ഇപ്പൊ പൊതുവെ നമ്മള് സിനിമ എടുക്കുമ്പോ ഫിനാൻഷ്യലി നോക്കുമ്പോ നമുക്ക് കുറെ ഇഷ്യൂസ് വരുമല്ലോ. പിന്നെ താങ്കൾ ഫിനാൻഷ്യലി കുറഞ്ഞ ഈ സിനിമ ഇങ്ങനെ സംഭവിച്ചത്. ഫിനാൻഷ്യലി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനും ബെറ്റർ ആയേനെ. അതെ. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും ഇനി മൂവി എടുക്കുമ്പോ. ആക്ച്വലി 20 വർഷം ഷൂട്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. 20 വർഷം ഷൂട്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. പക്ഷെ 26 ദിവസം ഷൂട്ട്. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഫിനാൻഷ്യലി പ്രശ്നം വന്നു. 3 വർഷം ഷൂട്ടിംഗ് നീട്ടി വെച്ചു. പിന്നീട് എന്തെങ്കിലും ചെന്നു പിന്നെ അതിന് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ അത് വലിയൊരു ടാസ്കായിരുന്നു. ഫോർത്ത് പേഴ്സൺ, അതായത് എഡിറ്റിങ് ഡബിങ് വലിയൊരു ടാസ്ക്. അത് പഠിച്ചു. പക്ഷെ ഈ പടം ഇറങ്ങാനും ഇപ്പൊ തിയേറ്ററിൽ ഇറങ്ങാനൊക്കെ എൻ്റെ ഇടത് വളരെ നിങ്ങൾ DOP വിശാലും എഡിറ്റർ ബിഞ്ചുവാ ഇവർ രണ്ടുപേരും നിന്നാണ് തിയേറ്ററിൽ ഇറങ്ങാൻ. ഇപ്പൊ ഈ കളം 24 റിലീസിന്റെ സമയത്താണെങ്കിലും നമ്മള് നമ്മുടെ സജി ചെറിയാൻ മിനിസ്റ്ററിനോട് പ്രൊമോട്ടൊക്കെ ചെയ്തായിരുന്നല്ലോ മിനിസ്റ്റർ എല്ലാം. അപ്പൊ അങ്ങനത്തെ കുറെ ബാക്കപ്പ് ലൈക്ക് നമുക്ക് സപ്പോർട്ടും കിട്ടിയായിരുന്നല്ലോ. അപ്പൊ അതെങ്ങനെയായിരുന്നു? കണ്ടായിരുന്നോ ആളെ? ആളെ കണ്ട് സംസാരിച്ചു. നമുക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഭയങ്കര ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വെറും സാധാരണക്കാരായക്കാരാണ്. അതായത് ഒരു നേരത്തെ ജോലിക്ക് വേണ്ടി പോകുന്ന സാധാരണക്കാർ, ഓട്ടോ ചേട്ടന്മാര്, ബസ് കണ്ടക്ടർമാര്, പിന്നെ എങ്ങനെ സാധാരണക്കാരും അവരൊക്കെ ഭയങ്കര സ്നേഹമാണ്. നേരിട്ട് അനുഭവിച്ചു. അവരുടെ എത്തുവാൻ കാര്യമില്ല. നമ്മള് പുറത്തുനിന്ന് കാണുന്ന പോലെ എല്ലാവർക്കും നേരിട്ട് കാണുമ്പോൾ മിഡിൽ ക്ലാസ് എല്ലാം ഭയങ്കര സപ്പോർട്ട്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കോൺട്രവേഴ്സി ആയിട്ട് വരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ ഇപ്പൊ ഒരു മിനിസ്റ്റർ എല്ലാം വേണ്ടി നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോ ഒരു കോൺട്രവേഴ്സി ആവോ, അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ഈ സിനിമയിലെ എനിക്ക് എല്ലാ തരത്തിലും ഇങ്ങനെ താന്നിരിക്കുന്ന സമയത്താണ് മിനിസ്റ്റർ സജസ്റ്റ് ചെയ്യുന്നത്. പുള്ളിയാണ് എന്റെ ചിറകിന് വീണ്ടും വെപ്പിച്ചത് അല്ലേ? ആള് പറയും ചെയ്തു തോന്നുന്നു, നമുക്ക് വേണ്ടത്ര നമ്മള് സപ്പോർട്ട് ചെയ്യണം മീഡിയം കൂടെ അല്ലേ? ആദ്യം ഞങ്ങൾ മീഡിയ വാർത്ത വിളിച്ചു കൂട്ടി. അതെ, മറ്റേ ചെറിയ പ്രശ്നത്തിന്റെ പേര് ആ വാർത്ത ഒന്നും പോയില്ല. പിന്നീടാണ് സോഷ്യൽ മീഡിയയിൽ GCN ന്യൂസ് അവര് വന്ന് ഇന്റർവ്യൂ ശേഷമാണ് ശ്രദ്ധിക്കാൻ കുറച്ച് ആൾക്കാർക്ക് മീഡിയാസ് എല്ലാം നമ്മൾ വീണ്ടും എടുക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഞങ്ങൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം മിനിസ്റ്റർ വന്ന പ്രോഗ്രാമാണ്. അപ്പം അത് മാത്രം ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഇപ്പൊ പൊതുവെ ഇപ്പൊ ചെറിയ സിനിമകൾ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് സിനിമകൾ അങ്ങനെയൊക്കെ വരുമ്പോ പലപ്പോഴും ഓഡിയൻസ് ആണെങ്കിലും മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ സൊസൈറ്റി ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടി കാണിക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ലോ ബഡ്ജറ്റ് സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമകളൊക്കെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാൻ മടി കാണിക്കാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അവര് എപ്പോഴും ഞാനൊക്കെ അങ്ങനെയല്ല, നമ്മൾ കണ്ടന്റും മേക്കിങ്ങും നല്ലതാണെങ്കിൽ ആരെ കണ്ടാലും ഇഷ്ടപ്പെടും. തിങ്കളാഴ്ച എങ്ങനെയായിരുന്നു ലോകത്തെ സിനിമയാണ്, പക്ഷെ കണ്ടാലും അതാണ് സിനിമ വിജയം. പക്ഷെ നമ്മൾ പൊതുവെ പറയാറില്ലേ, തിയേറ്ററിലൊക്കെ കാണുന്ന സിനിമ വിജയിക്കണമെങ്കിൽ ഭയങ്കര ആക്ഷൻ വേണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പടമായിരിക്കണം, അതൊക്കെ വെറുതെ ആണെന്നല്ലേ? അത് സിനിമ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഡിമാൻഡ് ചെയ്യുന്ന സാധനം കൊടുക്കുക എന്നതാണ്. കാരണം ഇപ്പം വലിയ കമേഴ്ഷ്യൽ ഭയങ്കര ആക്ഷൻ, പക്ഷെ അത്
ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അത് ശരിയാ. കാരണം മണിരത്നം സാധാരണ പ്രവൃത്തിയിലൊക്കെ ഒരാൾക്കാർ ഡയറക്റ്റ് പടമാണ്. അത് എത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ പ്രാർത്ഥന എന്തെങ്കിലും കാണും. ഞാൻ പടം കണ്ടു. പടം പറയണം അത് എന്താണോ ശ്രദ്ധിക്കപ്പെടാത്തതെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് ആക്ഷനുകളും ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് കിട്ടണം. എന്നാലാണ് അതൊരു സ്ട്രൈക്ക്.